ഡൽഹിയിൽ 1 വർഷം നീണ്ട കർഷക സമരം നടന്നല്ലോ. അന്ന് കർഷക സമരം നടന്നപ്പോൾ അന്ന് രാഷ്ട്രീയ തിരിച്ചടി ഭയന്നുകൊണ്ട് അന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 കാർഷിക നിയമങ്ങളും പിൻവലിച്ചു. പക്ഷെ അന്ന് കർഷകർക്ക് നൽകിയ ഉറപ്പ് പാലിച്ചോ? അതും പാലിച്ചില്ല. ഇങ്ങനെ നോക്കിയാൽ യുവാക്കളുടെ കാര്യം മാത്രമല്ല, രാജ്യത്ത് തൊഴിലെടുക്കുന്ന എല്ലാ മേഖലയിലും ഭരണകൂടത്തിന്റെ അവഗണനയുണ്ട്. അതിനെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതൊരു പ്രതിഷേധം എന്ന നിലയിൽ മാത്രം നമ്മൾ കണ്ടാൽ പോരാ, ഇതൊരു വലിയ മുന്നേറ്റമാണ്. അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ തന്നെ ഇപ്പോൾ 2 കോടിയിലധികം ആളുകൾ, ഇത്രയും ചെറിയ ദിവസത്തിനകം 2 കോടിയിലധികം യുവാക്കൾ, ജെൻസി യുവാക്കൾ ഇപ്പോൾ ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാകാൻ പോകുന്നത്. ഇതെങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ പ്രതിഫലിക്കുക? അതൊരു പ്രത്യക്ഷ സമരത്തിലേക്ക്, പ്രത്യക്ഷ പോരാട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും തന്നെ തള്ളിക്കളയാനാകില്ല. നമ്മൾ ഒരുപാട് മുന്നേറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം മുതൽ ഒരുപാട് വിപ്ലവങ്ങൾ നമ്മൾ രാജ്യത്ത് കണ്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്കെതിരെ JP മുന്നേറ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് വിദ്യാർത്ഥികൾ ബീഹാറിൽ തുടങ്ങിയ ഒരു പ്രതിഷേധമാണ് അത് രാജ്യത്താകെ വലിയ ജനതാ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവമായി മാറിയത്, ഇന്ദിരാഗാന്ധിയെ വലിച്ചു താഴെയിട്ട വലിയൊരു മുന്നേറ്റമായി മാറിയത്. ആ നിലയിൽ നമ്മൾ നോക്കിയാൽ യുവാക്കൾ വലിയൊരു കരുത്താണ്. ഇന്ത്യയിൽ 40 കോടി യുവാക്കളുണ്ട്. ആ യുവാക്കളൊക്കെ തന്നെ ഇന്ന് അസംതൃപ്തരാണ്. അവരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടാകുന്നത് ഭരണതലത്തിൽ നിന്ന്, അത് പരമോന്നത കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെതിരെയുള്ള വലിയൊരു പോരാട്ടമായിട്ടാണ് ഞാൻ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ വിപ്ലവത്തെ കാണുന്നത്. ഇതൊരു വിപ്ലവം തന്നെയാണ്, ഇതൊരു വിപ്ലവമായി മാറാൻ പോകുന്നുവെന്ന് തന്നെയാണ്. അത്രത്തോളം അസംതൃപ്തർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്, അത്രത്തോളം അസംതൃപ്തരായ യുവാക്കളുണ്ട് എന്നുള്ളതാണ്.